ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പുകാലം 7-ാമത്തെ ആഴ്ചയിലാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 8 മുതൽ 12 വരെയും 22 മുതൽ 26 വരെയുമുള്ള വാക്യങ്ങളാണ്. അവിടെ യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം ആ കാര്യം. വളരെ നീണ്ട ഒരു വായനയാണ്. അതിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യൂദാ, നിൻ്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിൻ്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിൻ്റെ പിതാവിൻ്റെ പുത്രന്മാർ നിൻ്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല. അതിൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമുന്നതും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. പിന്നെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ യൂദായെക്കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? യൂദ ഒരു ഗോത്രപിതാവാണ്, യാക്കോബിൻ്റെ ഒരു സന്തതി. അവന് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ യൂദാ ഗോത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന രക്ഷകനെക്കുറിച്ചുള്ളൊരു പ്രവചനമായിട്ടാണ് അത് പിന്നീട് എപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുക. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: പ്രത്യേകിച്ച് ഈ അധികാരദണ്ഡ് യൂദ അല്ലെങ്കിൽ ദാവീദിൻ്റെ ഗോത്രം. ദാവീദ് യൂദായുടെ ഗോത്രത്തിൽ നിന്ന് വരുന്നയാളാണ്. ഈ അധികാരത്തെക്കുറിച്ച് മാത്രമാണ് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. ഇപ്രകാരം യൂദായുടെ ഗോത്രത്തിൽ നിന്ന് വരുന്ന ഈ വ്യക്തി, ദാവീദിൻ്റെ പുത്രനായ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു രാജാവാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്കൊരു രാജ്യമുണ്ടാകും, റോമാക്കാരുടെ അടിമത്തിൽ നിങ്ങളെ മോചിപ്പിക്കും, അങ്ങനെ തങ്ങൾ വലിയ ശക്തിയായി തീരും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. ഈ ഒരു ചിന്ത വാസ്തവത്തിൽ തെറ്റായിരുന്നു നമുക്ക് പിന്നീട് അറിയാം. കാരണം ഈശോ തന്നെ പറയും, 110-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് ദാവീദിന് എങ്ങനെ പറയാൻ കഴിയും? ദാവീദിൻ്റെ മകനാണെങ്കിൽ ദാവീദ് തന്നെ കർത്താവിനെ അല്ലെങ്കിൽ ഈ രക്ഷകനെ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുവോ? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അത് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവിടെ ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ ദാവീദിൻ്റെ പുത്രനല്ല, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ ഈ യൂദായുടെ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് പറയുമ്പോഴും അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ യൂദായുടെ പുത്രനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ പിന്നീട് പറഞ്ഞു പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം: അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. ഈ മുന്തിരിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് യഹൂദന്മാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മുന്തിരിക്കും മുന്തിരിച്ചെടിക്കും മുന്തിരിച്ചാറിനും വീഞ്ഞിനൊക്കെ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. വീഞ്ഞ് ഒരുപാടുള്ള വ്യക്തി വലിയൊരു സ്വത്തുള്ള ആളാണ്, അല്ലെങ്കിൽ ധനികനാണ്. വീഞ്ഞിൻ്റെ സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാത്തിൻ്റെയും സമൃദ്ധിയായിട്ടാണ്, അതിൻ്റെ ഒരു അടയാളമായിട്ട് പ്രതീകമായിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ഈ വിശുദ്ധ എഫ്രൈമിൻ്റെ പാട്ടുകളിലൊക്കെ കാണാൻ കഴിയും. അവിടെ ഈ മുന്തിരിയെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഒന്നാന്തരം മുന്തിരിയാണ് കിട്ടാൻ പോകുന്നത്. നല്ല എന്താണ്, പളുങ്ക് പോലെയുള്ള മുന്തിരി. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ഈ പൗരസ്ത്യ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ സ്വർഗത്തിൽ മാലാഖമാരല്ലേ വിശുദ്ധരൊക്കെ മുന്തിരിക്കുല പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സഭാപിതാക്കന്മാരുടെ, പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ ചിത്രത്തിൽ നിങ്ങൾ അങ്ങനെ മുന്തിരിക്കുല പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കാണും, അതിലെ മുന്തിരിച്ചെടിയൊക്കെ. അപ്പോൾ ഈ മുന്തിരി എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും എല്ലാം അടയാളമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ യൂദായുടെ ഗോത്രത്തിൽ നിന്ന് വരുന്നവൻ്റെ ആ സാമ്രാജ്യത്തിൽ തൻ്റെ കഴുതക്കുട്ടിയെ മുന്തിരിവള്ളിയിലും വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. കഴുതയെ മുന്തിരിച്ചെടിയിൽ കെട്ടിയിടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമുക്കറിയാം, നമ്മൾ കൃഷി ചെയ്യുന്ന നല്ല റബ്ബർ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ കപ്പയായിട്ട് സാധാരണ കൃഷി. ഈ കപ്പയിൽ അല്ലെ റബ്ബറിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി നമ്മുടെ ആടിനെ പശുവിനെ കിട്ടുമോ? കിട്ടുകയില്ല. കാരണം അത് ഒന്നിലത് പറിച്ചുകൊണ്ടും അല്ലത് മുഴുവൻ തിന്നും, അങ്ങനെ നശിപ്പിക്കപ്പെടും. അതാണ് ഇതിനർത്ഥം. അപ്പോൾ മുന്തിരിച്ചെടിയിൽ കെട്ടിയിടുമെന്ന് പറഞ്ഞ അർത്ഥം അത്ര സമൃദ്ധമായിരിക്കും. 10 മുന്തിരിച്ചെടി പോലും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് ഈ പറയുന്നത്. തൻ്റെ ഒന്നാമത്തെ കർത്താവിൻ്റെ അത്ഭുതം, ഈ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം ഉണ്ടല്ലോ, അതങ്ങനെ എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് യോഹന്നാൻ സ്ലീഹ പറയുന്നത്, അത് ഈ അത്ഭുതം
കർത്താവ് പ്രവർത്തിച്ച അടയാളമാണെന്നാണ്. ആ അടയാളത്തിലൂടെ ശിഷ്യന്മാർ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകനെന്ന് അവർ വിശ്വസിച്ചു. അതാണ് അർത്ഥം. അതുകൊണ്ട് ഈ മുന്തിരിയുടെ സമൃദ്ധി എന്ന് പറയുന്നത് വലിയ 6 ജാറുകൾ, വലിയ ഭരണികൾ നിറച്ച് വെള്ളം അത് വീഞ്ഞാക്കി മാറ്റുന്നു. വീഞ്ഞിൻ്റെ സമൃദ്ധി അത്രയൊന്നും കുടിക്കാനുള്ള ആൾ ഏതായാലും അവിടെ ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത വ്യക്തി യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകനാണ് എന്ന് ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും അതുതന്നെയാണ്. ഈ അത്ഭുതങ്ങളിലൂടെ എല്ലാം ഈശോ പറയാതെ പറയുന്നത് താൻ തന്നെയാണ് രക്ഷകൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മേലങ്കി, ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. മുന്തിരിച്ചാറ് കഴുകുക, അതിന് നിറം എന്തായിരിക്കും നമുക്കറിയാം. വെളുത്ത വീഞ്ഞുണ്ട്, ചുവന്ന വീഞ്ഞുണ്ട്. ഏത് വീഞ്ഞിൽ മുക്കിയാലും അതിൻ്റെ നിറം കുറേ ഉണ്ടാകും. വെളുത്ത വീഞ്ഞ് മുക്കിയാൽ അത് മഞ്ഞ നിറമാകും കുറേയല്ല. ചുവന്ന വീഞ്ഞിൽ മുക്കിയാൽ ശരിക്കും ചുവന്ന നിറമാകും. അപ്പോൾ എങ്ങനെയാണ് വസ്ത്രം കഴുകാൻ പറ്റും അതിനകത്ത് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വീഞ്ഞുണ്ടാകും എന്ന് അർത്ഥമുള്ളൂ. ഈ രക്ഷകൻ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ചുരുക്കത്തിൽ പിന്നീടുള്ള ഈ കർത്താവിൻ്റെ ആ അത്ഭുതത്തെക്കുറിച്ചാണ് ഈ പറയാൻ പറ്റുന്നത്. അത് ആ അത്ഭുതം യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം കാണാനായിട്ട്. ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ. രണ്ടാമത്തെ വായന റോമാലേഖനം 11-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയുടെ അപ്പസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാലുക്കരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്താണ്? ഇവിടെ എല്ലാം പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഈ റോമാക്കാർ പുറജാതിക്കാരാണ്, അവർ കാട്ടുമുന്തിരിയാണ്. അതുകൊണ്ട് യഥാർത്ഥ മുന്തിരിയായ യഹൂദന്മാരാകുന്ന ആ ഒരു തായ്തണ്ടിലേക്ക് ഈ കാട്ടുമുന്തിരിയെ കൊണ്ടുപോയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ കാട്ടുമുന്തിരി തന്നെയാണ്. നിങ്ങൾ അഹങ്കരിക്കരുത്. യഹൂദന്മാരെക്കാൾ നിങ്ങൾ വലിയ പുള്ളികളാണെന്ന് പറയരുത്. യഹൂദന്മാരെല്ലാം ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു, അവരെല്ലാം വിട്ടുപോയി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ല. ദൈവം തിരഞ്ഞെടുത്ത അവരെയാണ്, ഇനിയും അവരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് കാട്ടുമുന്തിരിയാണെന്നുള്ള വസ്തുത അംഗീകരിക്കുക. ഞങ്ങൾ നിൽക്കുന്നത് ഈ യഥാർത്ഥ മുന്തിരിയായ യഹൂദന്മാരുടെ ആ തായ്തണ്ടിലാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവർ ശരിയാണ്, അവർ അവിശ്വസിച്ചു. കർത്താവ് വന്നപ്പോൾ അവർ കർത്താവിനെ സ്വീകരിച്ചൊന്നുമില്ല എല്ലാവരും. പക്ഷേ എന്ന് വിചാരിച്ച് ദൈവം അവരെ തള്ളിക്കളയുകയൊന്നുമില്ല എന്നാണ് ഈ പൗലോസ് പറഞ്ഞ. ചുരുക്കത്തിൽ നിങ്ങളുടെ അഹങ്കാരത്തിന് സ്ഥാനമില്ല. നമ്മളാണേലും പലപ്പോഴും ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ അന്ന് 2000 കൊല്ലമായിട്ട് മാമോദീസ സ്വീകരിച്ചവരാണ് എന്നെല്ലാം വലിയ വീമ്പ് പറയും. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ അതിന് ശേഷം വന്നവരും ഞങ്ങളെയാണ് ദൈവത്തിന് യഥാർത്ഥത്തിൽ ഇഷ്ടം. നിങ്ങളൊക്കെ പഴയ ആളുകളൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തവരാണ്, ദൈവത്തിന് വിരുദ്ധമായിട്ട്, ഈശോയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈശോ ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈശോയാകുന്ന തായ്തണ്ടിൽ ഉള്ള ശാഖകളാണ്. അതുകൊണ്ട് ആർക്കും വലിയ മേന്മയൊന്നും അവകാശപ്പെടാനില്ല. ഇന്നലെ മാമോദീസ സ്വീകരിച്ചവനും 2000 കൊല്ലം മാമോദീസ സ്വീകരിച്ചവനും ഒക്കെ ഒരേ രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരേ ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരുപാട് ജാതി ചിന്തയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മളും പലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ശരിയല്ല എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ജാതി ചിന്തയും അതുപോലെ മേൽക്കോയ്മ ചിന്തയും ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് യഥാർത്ഥത്തിൽ ക്രൈസ്തവരെന്ന് വിളിക്കപ്പെടാനുള്ള അർഹതയുമില്ല. ഇതാണ് പൗലോസ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതാണ് സുവിശേഷ വായന. അവൻ ജെറൂസലമിനെ സമീപിക്കവേ ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്പഗയിലെത്തിയപ്പോൾ ഈശോ തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ഒരു കഴുതയും അതിൻ്റെ അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്ന ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും പിന്നെ അങ്ങനെ പോവുകയാണ്. പിന്നീട് ജനക്കൂട്ടം മുഴുവൻ ഓശാന പാടിക്കൊണ്ട് കർത്താവിനെ ഇങ്ങനെ ഈ ജെറൂസലം പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ കാഴ്ച നിങ്ങൾക്കതറിയാം. പല സിനിമകളിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു: എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിൻ്റെ പുത്രന് ഹൊസാന എന്ന് ഉദ്ഘോഷിച്ച് ദൈവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി.
അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിവചിച്ചു, കേൾക്കുന്നുണ്ട്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അത്തരങ്ങൾ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? ചുരുക്കത്തിൽ ഈശോ ഇങ്ങനെ ജെറൂസലം ദേവാലയത്തിലേക്ക് ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് സമാധാന ദൂതനായിട്ട് പോവുകയാണ്. ആളുകളെല്ലാം വിളിച്ചു പറയുന്നു, ദേ ദാവീദിൻ്റെ പുത്രന് ഹോസാന. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഈ ദേവാലയത്തിൽ പ്രവേശിച്ചു. ജെറൂസലം ദേവാലയത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളെല്ലാം തട്ടിമറിച്ചിട്ടു. ഇത് പലർക്കും വലിയ ഇഷ്ടമുള്ളൊരു വാചകമാണ്. ഈശോ ഇങ്ങനെ ചാട്ടവാറെടുത്ത് അടിക്കുന്ന രംഗം, എല്ലാവരെയും ചാട്ടവാറെടുത്ത് അടിക്കണമെന്നാണ് പലരും പറയുന്നത്, പ്രത്യേകിച്ച് സഭയിലെ സഭാ നേതൃത്വമൊക്കെ. യഥാർത്ഥത്തിൽ ചാട്ടവാറെടുത്ത് അവിടെ ഈ ആളുകളെല്ലാം ഓടിച്ചു എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതിങ്ങനെ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ്. വിശുദ്ധ വചനങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ആളുകളെ അടിച്ചു എന്നല്ല, മൃഗങ്ങളെല്ലാം അടിച്ച് പുറത്താക്കി. ആളുകളെ അടിച്ച ഈശോ നിർത്തിയേക്കുമെന്നോ അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നാണയമാറ്റക്കാരുടെ മേശകളൊക്കെ തട്ടിമറിച്ചിട്ടുള്ളതെന്ന് വസ്തുത തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശുമരണമാണ് നമ്മളെയൊക്കെ സ്വാധീനിക്കേണ്ടത്. നമുക്കിഷ്ടം ബാക്കിയുള്ളവരെ തല്ലാനും ചവിട്ടാനും ഓടിക്കാനും ഒക്കെയാണ്, അത് സത്യമാണ്. പക്ഷേ അങ്ങനെയല്ല ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് എന്ന് ഈശോ കാണിച്ചു തരികയാണ്. ഈശോ കാണിച്ചു തരുന്നത് സ്വന്തം ജീവൻ ധൈര്യപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടാണ്. ഈ ചാട്ടവാറടിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാനായിട്ട്, ഞാൻ തന്നെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് കുരിശിൽ മരിക്കുമെന്ന്, എല്ലാവരുടെയും പാപങ്ങളേറ്റുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഈ നോമ്പ് കാലത്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഈ ചാട്ടവാറെടുത്തടിക്കാനുള്ള ധൈര്യമല്ല, കുരിശിൽ മരിക്കാനുള്ള ധൈര്യമാണ് എന്ന് ഈശോ പറഞ്ഞു തരികയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങൾ, ഈ ഭവനം എന്ന് പറയുന്നത് ജെറൂസലം ദേവാലയം മാത്രമല്ല, അല്ല ഇന്നത്തെ ഭൗതികമായ ദേവാലയങ്ങൾ മാത്രമല്ല. പൗലോസിലെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയും, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലങ്ങളായിട്ടുള്ള ദേവാലയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദേവാലയങ്ങൾ നമ്മൾ ഇപ്രകാരം അവിടെയുള്ള കച്ചവട മനസ്ഥിതിയൊക്കെ അടിച്ചോടിക്കണമെന്നാണ് ഈ പറയുന്നത്. എങ്കിൽ മാത്രമേ അത് ശരിയായിട്ടുള്ള ദേവാലയം മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് എൻ്റെ പിതാവിൻ്റെ ഈ ഭവനം അത് കച്ചവട സ്ഥലമായി തന്നെ നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം കച്ചവട മനസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ച് അവിടെയുള്ള ആ മേശകളെയൊക്കെ തട്ടിമറിച്ചിട്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമായി മാറട്ടെ, വാസസ്ഥലമായി മാറട്ടെ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ മനസ്സുകൾ, ആത്മാവെല്ലാം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുക. എന്നിട്ട് നമുക്ക് പറയാൻ ധൈര്യമുണ്ടാകണം, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ജോലി സ്ഥലത്തുള്ളവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ അറിവുമൊക്കെ ചെലവഴിക്കാൻ തയ്യാറാണെന്ന് ആർക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും? അവരാണ് യഥാർത്ഥത്തിൽ ഈശോയോടൊപ്പം പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുക. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ മനസ്സുകളെ അതിന് സജ്ജമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.